കണ്ടെത്തിയിടും പുണ്യതീർത്ഥമേ, സാഗരത്തിൻ തിരയേറുന്ന കർമ്മകാണ്ഡമേ, അന്വേഷിച്ചാൽ കണ്ടെത്തിയിടും പുണ്യതീർത്ഥമേ, സാഗരത്തിൻ തിരയേറുന്ന കർമ്മകാണ്ഡമേ, നിൻ കഥ കേട്ടലിഞ്ഞിടാത്ത മനം നിന്റെ രാജ്യം വന്നു ചേരും പുലരിയെന്നാണോ, നിന്റെ രാജ്യം വന്നു ചേരും പുലരിയെന്നാണോ, സത്യനായക മുക്തിദായക പുൽത്തൊഴുത്തിൻ പുളകമായ സ്നേഹദായക ശ്രീയേശുനായക, സത്യനായക മുക്തിദായക പുൽത്തൊഴുത്തിൻ പുളകമായ സ്നേഹദായക ശ്രീയേശുനായക, ശ്രീയേശുനായക, ശ്രീയേശുനായക.
ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം ഇന്ന് പൽക്കാലം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ചാനൽ 1 ക്രിസ്ത്യൻ അസംബ്ലിയുടെ പേരിലുള്ള മധ്യ വിരുദ്ധ സന്ദേശ യാത്ര ഇന്ന് ഈ മധ്യാഹ്ന സമയത്ത് കുറ്റിക്കാട്ട് വളവിലെ കടന്നു വന്ന ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ സാവകാശനായി സ്തോത്രം ചെയ്യുന്നു. നമുക്കറിയാവുന്ന കാര്യമാണ്, ഈ ലോകത്തിലെ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമത്തരായി അനേക കുടുംബങ്ങൾ തകർന്നുകൊണ്ടിരിക്കുന്ന കാലയളവിൽ സ്കൂളിലും കോളേജിലും പഠിക്കുന്ന കുഞ്ഞുങ്ങൾ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമത്തരായി അനേക കുടുംബങ്ങൾ നഷ്ടപ്പെടുന്നു. അനേക കുടുംബങ്ങൾ ആത്മഹത്യ ചെയ്യുന്നു. അനേക കുടുംബത്തിൽ ആത്മഹത്യ നടക്കുന്നു. അനേക കുഞ്ഞുങ്ങൾ വിദ്യാഭ്യാസത്തിനായി കടന്നു പോകുന്നു. അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പല കുടുംബങ്ങളിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ ഇന്ന് നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്ന പത്രമാധ്യമങ്ങളിലും അനേക വിഷയങ്ങൾ നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇന്ന് പൽക്കാലം ചാനൽ 1 അസംബ്ലിയുടെ പേരിലുള്ള മദ്യവിരുദ്ധ സന്ദേശ യാത്ര ഇന്ന് പൽക്കാലം കുറ്റിക്കാട് വളവിലുള്ള ഈ മൈക്കിൻ്റെ പരിധിയിൽ കേൾക്കുന്ന എല്ലാ ജനത്തോടും അറിയിക്കുവാൻ ഇന്ന് പൽക്കാലം ഞാൻ കന്ന ഭാഗ്യത്തിനായി ദൈവത്തെ സ്തുതിക്കുകയാണ്. ഇന്ന് പൽക്കാലയും മൈക്ക് പരിധിയിൽ കേൾക്കുന്ന ഞങ്ങളെ ശ്രവിക്കുന്ന മാന്യമിത്രമേ, ഇന്ന് പൽക്കാലം നിങ്ങളൊരു മദ്യപാനിയാണോ അല്ലെങ്കിൽ ഒരു മയക്കുമരുന്നിന് അടിമയാണോ? ഇന്ന് പൽക്കാലം കർത്താവായ യേശു പറഞ്ഞൊരു കാര്യമുണ്ട്, മദ്യപാനി സ്വർഗരാജ്യം അവകാശപ്പെടുകയില്ല എന്നുള്ള മാറ്റമില്ല വചനത്തിലെ. സ്വർഗരാജ്യത്തിൽ നിങ്ങളൊരു അവകാശിയാണെങ്കിൽ നിങ്ങളൊരു പാപിയാണെന്നും ഞാനൊരു മദ്യപാനി, പാവത്തെ സ്വഭാവത്തെ എന്നെ വിടുവിക്കാൻ ആർക്കും കഴിയില്ല. അതൊരു ഡീഅഡിക്ഷൻ റിഹാബിലിറ്റേഷൻ സെൻ്ററിൽ കഴിയുന്നതല്ല, ഒരു ആസ്പത്രിക്ക് കഴിയുന്നതല്ല. എന്നാൽ കർത്താവായ യേശു ക്രിസ്തുവിൽ നിങ്ങളെ തന്നെ സമർപ്പിച്ച് കഴിയുമ്പോൾ നിങ്ങൾക്കൊരു മദ്യപാനിയാണോ, മറ്റേത് വിഷയത്തിലെ രോഗിയാണോ, നിങ്ങളൊരു ബാധ്യത ആദരിക്കുന്ന ഒരാളാണോ, ഒരു ആത്മഹത്യയ്ക്ക് അല്ലെങ്കിൽ ഇനി എനിക്ക് ആത്മഹത്യയുള്ള മുന്നോട്ടുള്ള വഴിയെന്ന് ചിന്തിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ വിടുവിക്കുവാൻ കഴിവുള്ള കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സാന്നിധ്യം ഇന്ന് പൽക്കാലം നമ്മുടെ നടുവിൽ ഇറങ്ങി വന്നിരിക്കുകയാണ്. നിങ്ങൾ ആ ചങ്കത്തോട് കൈ ചേർത്ത് പിടിച്ചുകൊണ്ട്, കർത്താവേ ഞാനൊരു പാപിയാണ്, ഞാനൊരു മദ്യപാനിയാണ്, എൻ്റെ കുടുംബത്തിൽ സമാധാനമില്ല എന്ന് നിങ്ങൾ പറയുമ്പോൾ നിങ്ങളുടെ അരുകത്ത് വന്ന് മകനെ എന്ന് വിളിച്ച് നിങ്ങളുടെ വിഷയങ്ങൾക്ക് മറുപടി തരുന്ന കർത്താവ് ഇന്ന് പൽക്കാലം ഈ കുറ്റിക്കാട് വളവിൽ ഞങ്ങളെ സേവിക്കുന്ന എല്ലാ ജനമേ നമ്മുടെ മധ്യത്തിൽ ഇറങ്ങി വന്നിട്ടുണ്ട്. എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഏകദേശം 30 വർഷത്തിന് മുമ്പായി ഒരു മദ്യത്തിന് അടിമയായി ഭാര്യയെ മക്കളെ മർദ്ദിച്ച് സമാധാനമില്ല, സ്വസ്ഥതയില്ലാതെ നാട്ടുകാർക്കും വീട്ടുകാർക്കും ഒരു ഭാരമായി തീർന്ന് അവസാനം എൻ്റെ മുമ്പിൽ ഒരു വഴി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ആത്മഹത്യ ചെയ്യുക എന്ന് മാത്രം. അന്ന് അന്നായിരിക്കുന്ന എൻ്റെ മതപണ്ഡിതന്മാർക്കോ ഞങ്ങൾ ആചരിക്കുന്ന മതാചാരങ്ങൾക്കോ എൻ്റെ വിഷയങ്ങൾക്ക് മറുപടി തരാതിരിക്കുമ്പോൾ ആത്മഹത്യ ചെയ്യുവാൻ ഒരുങ്ങി ഇരുന്ന സമയത്തെ കർത്താവായ യേശുവിനെ രക്ഷിതാവും നാഥനുമായി സ്വീകരിച്ചതുകൊണ്ട് ഇന്ന് പൽക്കാലം എൻ്റെ ഭാര്യ ഒരു വിധവയായില്ല, എൻ്റെ മക്കൾ അനാഥരായി തീരുവാൻ ഇടയായിത്തീർന്ന് ഇന്നേക്ക് 30 വർഷത്തിന് മുമ്പേ ഹല്ലേലൂയ എൻ്റെ കർത്താവായ യേശുവിനെ ഹൃദയം കൊണ്ട് തുറന്നു. കർത്താവായ യേശുവിനെ ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും വായു കൊണ്ട് യേശു പറയുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടുമെന്നുള്ള മാറ്റമില്ലാത്ത വചനപ്രകാരം ഞാൻ ആ രക്ഷയിലേക്ക് കടന്നു വിടായിത്തീർന്നുകൊണ്ട് ഇന്ന് പൽക്കാലം ഞാൻ പറയട്ടെ, എനിക്ക് എൻ്റെ കുടുംബത്തിൽ സമാധാനമുണ്ട്, സന്തോഷമുണ്ട്. എന്നെ കണ്ടത് എൻ്റെ സഹോദരന്മാർക്ക് സമാധാനമുണ്ട്. മദ്യപാനിയായിരുന്ന എൻ്റെ സഹോദരന്മാർ മദ്യപാനത്തിൽ വിടുവിച്ചു. അവരും യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ച് മദ്യപാനത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കുവാനും ഞങ്ങളുടെ കുടുംബം ഇന്ന് സന്തോഷ സമാധാനമായിരിക്കുന്നു. ഇന്ന് പൽക്കാലം എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര, നീ ഒരു മദ്യപാനിയാണെങ്കിൽ നിനക്ക് അതിന് മോചനം കിട്ടുന്നില്ലെങ്കിൽ ഇന്ന് പൽക്കാലം അല്ലെങ്കിൽ ഞങ്ങളിവിടെ മാറ്റമില്ല കർത്താവിന്റെ ദാസൻ മാറ്റമില്ലാത്ത സുവിശേഷം അറിയിക്കുമ്പോൾ ഇന്ന് പൽക്കാലം നീ ഇരിക്കുന്ന എഴുത്ത് യേശുവേ എനിക്കൊരു വിടുതൽ പ്രാപിക്കണമെന്ന് അല്ലെങ്കിൽ പ്രാർത്ഥിക്കുമ്പോൾ ഇറങ്ങി വന്ന് വിടുവിക്കും ദൈവം നിങ്ങളുടെ മധ്യയിലുണ്ട്. അല്ല, ഞങ്ങളുടെ അടുത്ത് വന്ന് നിങ്ങൾക്ക് പ്രാർത്ഥിപ്പാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങളുടെ അടുത്ത് വന്ന് കർത്താവിന്റെ ദാസൻ അല്ലെങ്കിൽ ഞങ്ങളുടെ ദാസന്മാർ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഇന്ന് പൽക്കാലം ദേശത്തെക്കുറിച്ച് ഒരു വാക്ക് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധമായ ദൈവമേ, സ്വർഗ്ഗത്തിലെ പിതാവേ, ഈ കുറ്റിക്കാട് വളവില് ഇന്ന് പൽക്കാലം അവിടുത്തെ മാറ്റമില്ലാത്തവൻ സംസാരിക്കുമ്പോൾ
അല്ലെങ്കിൽ ഈ കർത്താവ് ഇന്ന് പൽക്കാലം കേൾക്കുന്ന ജനത്തിന് ഒരു വിടുതലായി തീരണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് പൽക്കാലം ആരെങ്കിലും മദ്യത്തിലോ മയക്കിലോ അടിമത്തിലായിരിക്കുന്നെങ്കിൽ, സമാധാനമില്ല കുടുംബത്തിലായിരിക്കുന്നെങ്കിൽ, ആ ഘടഭാരത്തിലായിരിക്കുന്ന ആരെങ്കിലും ഒരുപക്ഷെ ആത്മഹത്യക്ക് പ്രേരിത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് പൽക്കാലം കർത്താവ് ഇവരെ വിടുവിക്കണമേ. ഇന്ന് പൽക്കാലം ഞങ്ങൾ ഒരുമിച്ച് ഈ ദേശത്തെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് പൽക്കാലം ഞങ്ങളെ കേൾക്കുന്ന ഈ ദേശത്തെ കടക്കാരെയും അല്ലെ ബിസിനസ്സുകാരെയും ഞങ്ങളെ സേവിക്കുന്ന എല്ലാവരെയും ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഈ ദേശം അനുഗ്രഹിക്കപ്പെടണമെന്ന് ഞങ്ങളോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അല്ലെങ്കിൽ കർത്താവ് മറ്റുമില്ല സുശേഷം സംസാരിക്കും കർത്താവിൻ്റെ ദാസനെ ക്ഷണിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്ന് ദൈവം നമ്മളെ ധാരാളം അനുഗ്രഹിക്കുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ ഉച്ച കഴിഞ്ഞ സമയം കുറ്റിക്കാട്ട് ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ദേശവാസികൾക്കും ഞങ്ങളുടെ ഹൃദയഭാഷയിലുള്ള സ്നേഹത്തെയും വന്ദനത്തെയും ഓർപ്പിക്കുന്നു. ഇന്ന് ഈ വ്യാപാര സ്ഥാപനങ്ങളിലായിരിക്കുന്നവർ, ഇവിടെ ഹോസ്പിറ്റലിലായിരിക്കുന്ന പ്രിയപ്പെട്ടവർ, തെരുവുകളിൽ ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയ സഹോദരങ്ങൾ, ഭവനങ്ങൾക്കുള്ളിലിരുന്ന് ഞങ്ങളെ ശ്രവിക്കുന്ന മാന്യ മിത്രങ്ങൾ, എല്ലാവർക്കും ഞങ്ങളുടെ ഹൃദയഭാഷയിലുള്ള സ്നേഹത്തെ ഓർപ്പിക്കുകയാണ്. വരുന്ന ഏതാനും മിനിറ്റുകൾ ഞങ്ങളിവിടെ ഈ ഉച്ചഭാഷയിലൂടെ മുഴങ്ങി കേൾക്കുന്ന ശബ്ദം നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങൾക്ക് ഒരു അനുഗ്രഹീതമായ വ്യതിയാനം വരുത്തുവാനും മാറ്റം വരുത്തുവാനും സാധിക്കുമെന്ന് പ്രാരംഭമായി ഞാൻ ഓർപ്പിക്കുകയാണ്. കാരണം ഈ സന്ദേശം ഞങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിച്ചതായതുകൊണ്ട് ഇപ്പോൾ ഏകദേശം മിനിറ്റുകൾക്ക് മുമ്പ് ഈ സന്ദേശം മാറ്റിമറിച്ച ഒരു വ്യക്തിയെ കണ്ടിട്ട് വരുന്നത് കൊണ്ട് നിങ്ങളുടെ ഈ ദേശത്ത് തന്നെയുള്ള ഒരു സഹോദരൻ്റെ ജീവിതം മാറ്റിമറിക്കപ്പെട്ടത് കണ്ടിട്ടാണ് ഇന്നിപ്പോൾ ഇവിടെ ഈ ദേശത്ത് നിൽക്കുന്നത്. അതുകൊണ്ട് എനിക്ക് നല്ല ഉറപ്പോടെയും പ്രാഗൽഭ്യത്തോടെയും പറയുവാൻ കഴിയും, ഇന്ന് ഞങ്ങളെ കേൾക്കുന്ന ആരെങ്കിലും തകർന്ന് ഹൃദയവുമായി ഈ ശബ്ദം ശ്രവിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തെ പണിയുവാൻ, അനുഗ്രഹ സമ്പൂർണ്ണമാക്കുവാൻ, സമാധാനം പകരുവാൻ, നിങ്ങളുടെ മുറിവുകളെ കെട്ടുവാൻ, നിങ്ങൾക്ക് ആശ്വാസം പകരുവാൻ ഞാൻ ഇന്ന് പ്രസംഗിക്കുന്ന പ്രസംഗത്തിൻ്റെ കാതലായിരിക്കുന്ന ചരിത്ര പുരുഷൻ, അദ്ദേഹം നിങ്ങളുടെ ജീവചരിത്രത്തെ തൊടുവാനിടയായി തീരും. എൻ്റെ ജീവിതത്തെ മാറ്റിയ, എൻ്റെ സൈഡിൽ നിൽക്കുന്ന എൻ്റെ സഹയാത്രികൻ രവി പീറ്ററിൻ്റെ ചരിത്രത്തെ മാറ്റിയ ഈ നല്ല രക്ഷകൻ കർത്താവായ യേശു ക്രിസ്തു, ആ യേശു നിങ്ങളുടെ ജീവിതത്തെയും അനുഗ്രഹപൂർണ്ണമാക്കി തീർക്കും എന്ന അധികാരത്തോടെ ഞാൻ ഓർപ്പിക്കുകയാണ്. പ്രിയ സ്നേഹിതരെ, പ്രാരംഭമായി സഹയാത്രികൻ പറഞ്ഞതുപോലെ മദ്യപാനം, അതുപോലെ ലഹരികൾ, അതിൻ്റെ പരിണിതഫലമായ ആത്മഹത്യകൾ, രോഗത്തകർച്ചകൾ, കുടുംബകലഹങ്ങൾ, സമൂഹത്തെ ഛിന്നഭിന്നമായിക്കൊണ്ടിരിക്കുന്ന ഈ മാറാത്ത ഒരു അർബുദം എന്ന് പറയുന്ന നിലയിലുള്ള ലഹരിയുടെ കടന്നുകയറ്റം, അതിപ്രസരണം അനേക കുടുംബങ്ങളെ തകർത്തു, അനേക യൗവനക്കാരെ തകർത്തു, ജീവിതങ്ങൾ ആടി ഉലഞ്ഞ് സമൂഹത്തിന് ബാധ്യതയായി മാറി. ഒരു അനുഗ്രഹിക്കപ്പെട്ട ഒരു തലമുറ മുഴുവൻ ഇടറിപ്പോകുവാൻ ഇത് ഇടയാക്കി തീർക്കുകയാണ്. ഇന്ന് അതിൽ നിന്നൊരു വിമോചനം ആഗ്രഹിക്കുന്നില്ലേ? നിങ്ങളോ നിങ്ങളുടെ ഉറ്റവരോ ഒക്കെ ആഗ്രഹിക്കുന്നെങ്കിൽ അതിനുള്ളൊരു പരിഹാര മാർഗം കൂടിയാണ് ഈ സന്ദേശയാത്ര. ഇവിടെ പ്രാരംഭമായി പറഞ്ഞു, മദ്യവിരുദ്ധ സുവിശേഷ സന്ദേശ യാത്ര. മദ്യത്തിനെ നിർമൂലനം ചെയ്യുവാൻ അല്ലെങ്കിൽ ഇതിന്റെ അഡീഷനെ മാറ്റുവാൻ ഇന്നീ പറഞ്ഞതുപോലെ റീ അഡിഷൻ സെന്ററുകൾക്കോ കൗൺസിലിങ്ങുകൾക്കോ ഒക്കെ പരിമിതികളുണ്ട്. എന്നാൽ പരിമിതികളില്ലാതെ ഒരു മനുഷ്യനെ സ്വാധീനിക്കാൻ കഴിയുന്ന ഒരു അത്ഭുത സ്നേഹമാണ് ഞങ്ങളിവിടെ ഉയർത്തി കാട്ടുന്നത്. കാരണം അല്പം മുമ്പ് എൻ്റെ പ്രിയ സ്നേഹിതൻ പ്രകാശ് കഴിഞ്ഞ വർഷം ഈ തെരുവിലൂടെയുള്ള യാത്രയിൽ ആ മകൻ്റെ വീട്ടിലും കടന്നു ചെല്ലുവാനിടയായി തീർന്നു. ആ മകന് സംഭവിച്ച അത്ഭുത രൂപാന്തരം ഇന്ന് ഞങ്ങൾ തമ്മിൽ പങ്കുവയ്ക്കുകയായിരുന്നു. ഈ ഒരു വർഷങ്ങൾക്ക് ശേഷം ഇതിലെ കടന്നു വരുമ്പോൾ മദ്യപാനത്തിൽ നിന്ന് വിമോചനം ലഭിച്ച അനുഗ്രഹമായ ഒരു കുടുംബം നയിക്കുകയാണ് അദ്ദേഹം. അതിന് കാരണമായി തീർന്ന അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം 8 വർഷത്തോളം സെമിനാരിയിൽ പഠിച്ച ഒരു പുരോഹിതനാകാൻ പഠിച്ച മനുഷ്യനാണ്. അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഈ തകർച്ചകളിൽ നിന്ന് അദ്ദേഹത്തിന് മാറ്റമുണ്ടാകുവാൻ പലരും അദ്ദേഹത്തെ ഉപദേശിച്ചു, പല റീ അഡിഷൻ സെന്ററുകളിലും കൊണ്ടുപോയി. അവിടുന്ന് ഒന്നും ഉണ്ടാകാഞ്ഞ രൂപാന്തരം തന്നെ യേശു തൊട്ടപ്പോൾ ഇടയായി തീർന്നു. അതുകൊണ്ടാണ് ഇന്ന് ഉറപ്പോടെയും പ്രാഗൽഭ്യത്തോടെയും ഞാൻ നിങ്ങളോട് പറയുന്നത്, നിങ്ങൾ നേരിടുന്നത് മദ്യപാനം മാത്രമായിരിക്കില്ല, വിവിധമായ സാഹചര്യങ്ങളായിരിക്കാം, കുടുംബ തകർച്ചയായിരിക്കാം, തലമുറയെ ഓർത്തുള്ള വിഷയങ്ങളായിരിക്കാം, രോഗത്തിന്റെ ബന്ധനത്തിൽപ്പെട്ട് തകർന്നുടഞ്ഞൊരു അനുഭവമായിരിക്കാം. എന്ത് തന്നെയായിരുന്നാലും അതിൽ നിന്ന് പരിപൂർണ നിങ്ങൾ അനുഭവിക്കുന്ന സകല പ്രശ്നങ്ങൾക്കും ശാശ്വത പരിഹാരം തരുവാൻ കഴിയുന്ന ഒരു രക്ഷകനെയാണ് ഇന്നിവിടെ ഉയർത്തി കാട്ടുന്നത്. അവന്റെ പേരത്രേ കർത്താവായ യേശു ക്രിസ്തു. ആ നല്ല രക്ഷകനായ യേശു ഇന്ന് ഈ ശബ്ദത്തിലൂടെ നിങ്ങളുടെ കാതുകളിൽ എത്തുകയാണ്. നിങ്ങൾ ഹൃദയത്തിലേക്ക് മുൻവിധികളില്ലാതെ തുറന്ന മനസ്സോടെ സ്വീകരിച്ചാൽ നിങ്ങളുടെ ജീവിതം ഒരു അത്ഭുതമായി തീരും എന്നതിന് യാതൊരുവിധ തർക്കവുമില്ല. കാരണം അതിന്റെ തെളിവുകളാണ് ഈ നിൽക്കുന്ന ഞങ്ങൾ ഇരുവരും.
ഞങ്ങളുടെ ജീവിതങ്ങളെ ലഹരിയിൽ നിന്ന് വിമോചിപ്പിച്ചത്, കുടുംബ തകർച്ചയിൽ നിന്ന് കരകയറ്റിയത്, വ്യക്തിപരമായി ഞങ്ങളുടെ ഉടച്ചിലുകളെ മാറ്റിയത്, നിരാശകളെ മാറ്റിയത്, ദാരിദ്ര്യത്തെയും ശൂന്യതയും ഒക്കെ മാറ്റിയത് ഈ നല്ല രക്ഷകനായ കർത്താവായ യേശുവാ. അതുകൊണ്ട് ഇന്ന് പ്രാഗൽഭ്യത്തോടെ ഞങ്ങൾക്ക് പറയുവാൻ സാധിക്കുന്നത്. പക്ഷെ അതിന് ആധികാരികത മറ്റൊന്ന് എനിക്ക് ഉയർത്തിക്കാട്ടുവാനുള്ളത്, നിങ്ങളുടെ താൽക്കാലികമായ ഒരു പ്രശ്ന പരിഹാരകനല്ലവൻ. എന്റെയും നിങ്ങളുടെയും ആത്മാവിന് നിത്യജീവനെ തരുവാൻ കഴിയുന്നവനാണ് എന്റെ കർത്താവായ യേശു ക്രിസ്തു. അതുകൊണ്ടാണ് ബൈബിൾ ഇപ്രകാരം വിളിച്ചു പറയുന്നത്, ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ രക്ഷിക്കപ്പെടുവാൻ നൽകപ്പെട്ടിരിക്കുന്ന ഏക നാമമാണ് കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമം. ലോകം പലതിലും ആശ്രയിക്കുക രക്ഷപ്പെടുവാനായിട്ട്. രക്ഷയ്ക്കായി മനുഷ്യനിൽ ആശ്രയിക്കുന്നു, രക്ഷയ്ക്കായി വസ്തുവകകളിൽ ആശ്രയിക്കുന്നു, രക്ഷയ്ക്കായി ശാസ്ത്രത്തിൽ ആഗ്രഹിക്കുന്നു, രക്ഷയ്ക്കായി നാളെ ജാതക പൊരുത്തങ്ങൾ, വിവിധതരമായ നേർച്ച കാഴ്ചകൾ, വഴിപാടുകൾ, ദേഹദണ്ഡനങ്ങൾ, പുണ്യകർമ്മങ്ങൾ, തീർത്ഥയാത്രകൾ പലതുമായി മനുഷ്യൻ ശ്രമിക്കുകയാണ്. മോക്ഷത്തിനായി, രക്ഷയ്ക്കായി, പ്രശ്നപരിഹാരത്തിനായി. എന്നാൽ ഇന്ന് പകൽ എനിക്ക് ഉറപ്പോടെ പറയാൻ കഴിയും, നിന്റെ പ്രശ്നത്തിന്റെ പരിഹാരം നിന്റെ ഹൃദയവാതിക്കൽ വന്ന് മുട്ടിക്കൊണ്ട് നിൽക്കുകയാണ്. അതെ, കർത്താവായ യേശു ഇന്ന് ഈ ശബ്ദം നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയവാതിക്കൽ നിന്ന് മുട്ടുക. മകനെ, മകളെ, പ്രിയ പിതാവേ, പ്രിയ കുഞ്ഞെ, നീ ഹൃദയത്തിന്റെ വാതിലൊന്ന് തുറന്നാൽ ഞാൻ നിന്നോടൊപ്പം ഇന്ന് ആയിരിക്കും അത്താഴത്തിന്. സ്തോത്രം. ആ കർത്താവ് മുഖപക്ഷമില്ലാതെ, കുലമോ വർണ്ണമോ വർഗമോ മതങ്ങളോ ഭേദങ്ങളോ ഒന്നുമില്ലാതെ മനുഷ്യനെ സൃഷ്ടിച്ച ദൈവം, അവനെ മക്കളായി സൃഷ്ടിച്ച, അവന്റെ ഇമേജായി സൃഷ്ടിച്ച ആ ദൈവം അവനെ ഉറ്റുനോക്കിയിരിക്കുക. അവന്റെ മടങ്ങി വരവ് കാത്ത് ഒരു പിതാവ് കാത്തു നിൽക്കുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ദൈവം കുലങ്ങളൊന്നും സൃഷ്ടിച്ചില്ല കേട്ടോ. ദൈവം മതങ്ങളോ വർണ്ണങ്ങളോ സൃഷ്ടിച്ചില്ല. ദൈവം നിറവർണ്ണങ്ങൾ ഭേദങ്ങളൊന്നും മനുഷ്യനെ വേർതിരിച്ചില്ല. ദൈവം രണ്ട് ജാതിയെ ഈ ഭൂമിയിൽ ഉരുവാക്കി. അതൊന്ന് ആണ്, ഒന്ന് പെണ്ണ് എന്നാണ് അതിന് പറയുന്നത്. സ്ത്രീയും പുരുഷനെയുമാണ് ദൈവം സൃഷ്ടിച്ചത്. കാലത്തിന്റെ ഭേദത്തിൽ, നിറത്തിന്റെ ഭേദത്തിൽ, കാലഘട്ടങ്ങൾക്കനുസരിച്ച് മനുഷ്യൻ അവനെ വർണ്ണങ്ങളായി വേർതിരിച്ചപ്പോൾ അവൻ ജാതിയായി, വർണ്ണമായി, വർഗമായി വേർതിരിക്കപ്പെട്ടു. അതിന്റെ പരിണിത ഫലമായി സംഭവിച്ചത് എന്താണെന്ന് ചോദിച്ച് മനുഷ്യർ തമ്മിൽ അടിയായി, കലാപമായി, കുത്തുവെട്ട്, രക്തച്ചൊരിച്ചിലുകളായി, വേർതിരിവുകളായി, ഐത്തം കൽപ്പിക്കപ്പെട്ടു, ബഹിഷ്കരിക്കപ്പെട്ടു, വേർതിരിക്കപ്പെട്ടു, വിഭാഗീയതകൾ ഉണ്ടായി, മനുഷ്യൻ തരംതിരിയപ്പെട്ടു. ഒരുവനിൽ നിന്ന് ഉളവാക്കപ്പെട്ട മനുഷ്യൻ എങ്ങനെ പല കുലങ്ങളായി തീർന്നു. ഒരുവനിൽ നിന്ന് പുറപ്പെട്ട മനുഷ്യൻ എങ്ങനെ പല ജാതികളായി മാറി, പല വർണ്ണങ്ങളായി മാറി. അതെ, മനുഷ്യന്റെ കുടില ബുദ്ധികളിൽ പിശാച് പ്രവർത്തിച്ച് തത്വശാസ്ത്രം എന്ന പേരിൽ മനുഷ്യനെ ഛിന്ന ഭിന്നമാക്കി, അതിർവരമ്പുകൾ, വേർതിരിവുണ്ടായി. ഒരു കാലത്ത് ബ്രിട്ടീഷ് ഗവൺമെന്റ് ഈ മഹാപരാജ്യം ഭരിച്ചപ്പോൾ അവർ ചെയ്തത് എന്താണെന്നറിയാമോ? അവരുടെ ഭരണകാലഘട്ടം കഴിഞ്ഞ് അവർ ഈ മണ്ണ് വിട്ടു പോകേണ്ടതായി വരുന്ന സമയത്ത് അവർ ചെയ്തു വെച്ച ഒരു ക്ഷുദ്ര പ്രയോഗമുണ്ട്. കാരണം എന്താന്ന് ചോദിച്ചാൽ, മതത്തിന്റെ പേരിൽ ഈ മഹാഭാരതത്തെ അവർ വേർതിരിച്ചു, വെട്ടിപ്പിളർന്നു. അതിന്റെ ഫലമായി ബംഗ്ലാദേശ് ഉണ്ടായി, പാകിസ്ഥാൻ ഉണ്ടായി, ഭാരത മണ്ണ് വേർതിരിയപ്പെട്ടു. അതെ, വിശാലമായ ഒരു വലിയ രാഷ്ട്രം. ഈ രാഷ്ട്രം ഒറ്റക്കെട്ടായി നിന്നാൽ ലോകത്തിലെ വൻശക്തിയായി മാറുമെന്നും ആർക്കും അതിനെ തോൽപ്പിക്കാൻ കഴിയില്ല എന്നും കുശാഗ്രബുദ്ധിക്കാരായ, കുടില ബുദ്ധിക്കാരായ ബ്രിട്ടീഷുകാരത് കണ്ടെത്തി അവർ അതിനുള്ള വിത്തുകൾ വിതച്ചു. ആ വിത്ത് എന്തായിരുന്നു ചോദിച്ചാൽ മതവെറിയുടെ വിത്തായിരുന്നു. ആ മതവെറിയുടെ വിത്ത്, ബ്രിട്ടീഷ് ഗവൺമെന്റ് വിതച്ചിട്ട് പോയ മതവെറിയുടെ വിത്ത് ഇന്നും ഭാരത മണ്ണിലെ മക്കൾ അത് ചുമന്നുകൊണ്ടിരിക്കുക. വ്യത്യസ്തമായ മുഖങ്ങൾ അതിന് ചാർത്തി എന്ന് മാത്രമേ ഉള്ളൂ. എങ്കിലും അതേ ആശയം തന്നെയാണ് ഇന്നും ഈ രാജ്യത്തിന്റെ ഭരണകൂടങ്ങളിലും, ഈ രാജ്യത്തിന്റെ സ്റ്റേറ്റുകളിലും, ഈ രാജ്യത്തിന്റെ ഗ്രാമങ്ങളിലും കത്തി ജ്വലിക്കുന്നത്. അതെ, അനേക ജീവിതങ്ങൾ കത്തിപ്പൊലിയുവാൻ ഇടയായി തീരുന്നത്, അനേകരെ വെട്ടിക്കീറുവാൻ ഇടയായി തീരുന്നത്. അതെ, അത് തന്നെയാണ് ഇന്നും ആയുധമായി പിശാച് ഈ രാജ്യത്ത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ബ്രിട്ടീഷ് ഗവൺമെന്റ് ഉന്മൂലനം ചെയ്ത ഭാരതത്തിന്റെ ഛിന്ന ഭിന്നമായി പോയ ശേഷിപ്പുകൾക്കുള്ളിലും വീണ്ടും ആ തീ എരിഞ്ഞു കത്തിക്കൊണ്ടിരിക്കുകയാണ്. അതെ, അത് പിശാചിന്റെ ആയുധമാണ്. ഇന്ന് അതുകൊണ്ട് ഈ രാജ്യത്തിന്റെ പല സ്റ്റേറ്റുകളിലും തീ പടർന്നു പിടിക്കുകയാണ്. പലയിടത്തും കലാപങ്ങൾ സൃഷ്ടിക്കപ്പെടുകയാണ്. എന്ത്? മതത്തിന്റെ പേരിൽ. എന്തുകൊണ്ട് ഇത് സംഭവിച്ചു? അതെ, കാലനായ പിശാച് മനുഷ്യകുലത്തെ മുടിക്കുവാൻ കാണിച്ച തത്വം, ആ ആശയം അത് മനുഷ്യ ഹൃദയങ്ങളിൽ, മനുഷ്യന്റെ തലച്ചോറുകളിൽ, മസ്തിഷ്കങ്ങളിൽ അത് ഇന്നും ഒരു വിഷമായി വ്യാപരിച്ചു കിടക്കുകയാണ്. അതിന്റെ പരിണിത ഫലമോ സമാധാനമില്ലാത്ത സാമ്രാജ്യങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നു, സമാധാനമില്ലാത്ത തലമുറകൾ സൃഷ്ടിക്കപ്പെടുന്നു. അതെ, അരിഷ്ടതാവസ്ഥ
നമ്മുടെ ചുറ്റുവട്ടങ്ങളിൽ നടകൂടുന്നു. ഒരു 10, 20, 30 വർഷങ്ങൾക്കപ്പുറം നമ്മുടെ അയൽവക്കങ്ങൾ എന്ത് സ്നേഹമായിരുന്നു. ഒരു കല്യാണ വീട്ടിൽ ഒരുമിച്ച് കൂടി ചരണ്ടുന്നു, തേങ്ങ പൊട്ടിക്കുന്നു, പച്ചക്കറി എരിയുന്നു, ഒരുമിച്ച് അതെ കുലങ്ങളോ വർണ്ണങ്ങളോ നോക്കാതെ ഒരുമിച്ച് കല്യാണങ്ങളിൽ കൂടുന്നു. ഇന്ന് എവിടെ? ആരും വേലിക്കെട്ടുകൾക്കുള്ളിൽ ഒതുക്കപ്പെട്ട ജീവിതങ്ങൾ പകയോടെ അയൽവക്കക്കാരനെ നോക്കുന്ന അനുഭവങ്ങളിലേക്ക് മാറി. ശത്രു വിതച്ച വിത്താണ് മതത്തിന്റെ വിത്തുകൾ, തിന്മയുടെ വിത്തുകൾ, പകയുടെ വിത്തുകൾ. അതിനെ ഈ മണ്ണിൽ നിന്ന് പറിച്ചെറിയണമെങ്കിൽ, അല്ലെങ്കിൽ ഈ ഭൂമിയിൽ നിന്ന് അതിനെ പറിച്ചെറിയണമെങ്കിൽ, പിശാചിന്റെ ആശയങ്ങളെ എന്നേക്കുമായി തച്ചുടയ്ക്കണമെങ്കിൽ, അതെ മനുഷ്യനെ മനുഷ്യനായി കണ്ട് മനുഷ്യനെ സൃഷ്ടിച്ച മനുഷ്യന്റെ ഉടയവനായ സർവശക്തനായ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് മനുഷ്യൻ അവനെ ഏൽപ്പിക്കുകയും മടങ്ങി വരികയും ചെയ്യേണ്ട ആവശ്യമാണ്. ദൈവം മനുഷ്യനെ സ്നേഹിക്കുവാനാണ് പഠിപ്പിച്ചത്, തമ്മിക്കീറുവാൻ പഠിപ്പിച്ചിട്ടില്ല. വിദ്വേഷങ്ങൾ കൊണ്ട് മനുഷ്യനെ വേർതിരിക്കുവാൻ ദൈവം പഠിപ്പിച്ചിട്ടില്ല. അവൻ കുഷ്ഠരോഗിയെ സ്നേഹിച്ചു, മുടന്തനെ സൗഖ്യമാക്കി, കുരുടനെ കാഴ്ച നൽകുമാറാക്കി, ചെകിടന് കേൾവി നൽകുമാറാക്കി, മരിച്ചവനെ ജീവിപ്പിക്കുമാറാക്കി. കുലങ്ങൾ, വർണ്ണങ്ങൾ, വർഗഭേദമന്യേ എല്ലാവരെയും തുല്യമായി സ്നേഹിച്ച ദൈവം. സ്നേഹമെന്തെന്ന് ഈ ഭൂമിയുടെ പരപ്പിൽ വന്ന് മനുഷ്യരാശിക്ക് മുൻപിൽ വരച്ചു കാണിച്ച സർവശക്തനായ ദൈവം, ആ സ്നേഹനിധിയായ ദൈവത്തിന്റെ ആ സ്നേഹത്തെ അതെ ഉൾക്കൊള്ളുവാൻ കഴിയാതെ, അല്ലെങ്കിൽ ആ സ്നേഹത്തെ വികലമാക്കുവാൻ പിശാചു വരച്ച ചിത്രം ഇന്നും മനുഷ്യ ഹൃദയങ്ങളിൽ തെളിഞ്ഞു നിൽക്കുകയാണ്. അതിന്റെ പരിണിത ഫലമാണ് അസമാധാനത്തിന്റെ വിത്തുകൾ. ഏത് രാജ്യത്ത് നോക്കിയാലും കാണുവാൻ കഴിയും. അതെ, എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിതരെ, സഹോദരങ്ങളെ, അതെ അവന്റെ കാപട്യത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് ഇന്ന് രക്ഷകന്റെ കരങ്ങളിലേക്ക് തിരിച്ച് ജീവിതം ഏൽപ്പിക്കുവാൻ നിങ്ങൾ മനസ്സൊരുക്കമുണ്ടോ? അതെ, ഞാൻ പറഞ്ഞു വന്നതിന്റെ ആശയം ഇത്ര മാത്രമേ ഉള്ളൂ. അവന്റെ ആഗ്രഹം ഒന്ന് മാത്രമാ, മനുഷ്യന്റെ ഭാവിയെ തകർത്ത് കളയുക, മനുഷ്യരാശിയെ നശിപ്പിച്ചു കളയുക. ലഹരിക്കടിമയാക്കിക്കൊണ്ടും പരസ്പരം കുത്തിയും വെട്ടിയും അതെ മനുഷ്യൻ എപ്പോഴും സ്വാർത്ഥ ചിന്തകളോടെ അതെ സമൂഹത്തിന് വികലമായ ആശയങ്ങളെ പകർന്നു കൊടുത്ത് അതിന് അണികളെ ചേർത്തൊരുക്കിക്കൊണ്ട് പടയോട്ടങ്ങൾ നടത്തുന്ന പകപോക്കലിന്റെ രാഷ്ട്രീയങ്ങളുടെയും അതെ ലഹരികളുടെ കച്ചവടത്തിന്റെയും സമ്പത്തിനു വേണ്ടി സ്വന്തം സഹോദരങ്ങളെ പോലും വിറ്റ് ചിന്തുന്ന, അല്ലെങ്കിൽ അറുത്തു തിന്നുന്ന ഒരു കാലഘട്ടത്തിലേക്ക് മാറി നിൽക്കുന്ന ഈ കാലഘട്ടത്തിൽ എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിതരെ, അതെ ഈ സ്വാർത്ഥത വെടിഞ്ഞൊരു ലോകത്തിന് വേണ്ടി നമുക്ക് ഒരുമിച്ച് പ്രയത്നിക്കുവാൻ കഴിയും. പ്രിയമുള്ളവരെ, ദിവ്യ സ്നേഹത്തിലേക്ക് ഹൃദയത്തെ ചൊരിഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ പറയട്ടെ, ആ സ്നേഹം മനുഷ്യ ഹൃദയങ്ങളിൽ വാണരുന്നാൽ അതെ മനുഷ്യനെ ഒന്നായി കാണുവാൻ, സഹോദരനെ സഹോദരനായും, സ്നേഹിതനെ സ്നേഹിതനായും, അയൽവക്കക്കാരനെ സ്നേഹിതനായും, അപ്പനെയും അമ്മയെയും സ്നേഹത്തോടെ കാണുവാൻ. മക്കൾ അപ്പനമ്മമാരെ തല്ലിക്കൊല്ലുന്നു, ഭാര്യ ഭർത്താവിനെ തല്ലിക്കൊല്ലുന്നു, കുടുംബങ്ങൾ ഛിദ്രമാക്കി കളയുന്നു. അതെ, സമൂഹത്തെ തകർത്തടയ്ക്കുന്ന ഈ വിഷവിത്തിന് പിന്നിൽ മദ്യം ഒരു വില്ലനായിരിക്കുന്നത് പോലെ തന്നെ, ലഹരി ഒരു വില്ലനായിരിക്കുന്നത് പോലെ മനുഷ്യന്റെ മസ്തിഷ്കങ്ങളിൽ പകർന്നു കൊടുത്തിരിക്കുന്ന ആശയങ്ങളും രാഷ്ട്രീയമായും മതപരമായും കൊടുത്ത രാഷ്ട്രീയവും മതപരവുമായ ആശയങ്ങളും മനുഷ്യനെ വേലിക്കെട്ടുകൾ തീർത്തുകൊണ്ട് പകപോക്കലിന്റെ ആയുധങ്ങളാക്കി മാറ്റി നിരപരാധികൾ പൊലിഞ്ഞു വീഴുന്നു. ഈ മണ്ണിൽ നാം അത് കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ. എന്നെ കേൾക്കുന്ന മാന്യ സഹോദരങ്ങളെ, അതെ മനുഷ്യന്റെ വികലമായ ചിന്തകൾക്ക് പിന്നിൽ വ്യാപരിക്കുന്ന ദുഷ്ടശക്തിയെ തിരിച്ചറിഞ്ഞുകൊണ്ട് മനുഷ്യനെ സ്നേഹത്തോടെ ചേർത്ത് പിടിക്കുവാൻ, ഏകഹൃദയത്തോടെ കാണുവാൻ കർത്താവേ അതിന് നിങ്ങളെ ഇടയാക്കേണ്ടതിനായി ഞാൻ ഈ സന്ദേശം നിങ്ങൾക്ക് കൈമാറുന്നത്. അതെ, മാനവകുലത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി, മനുഷ്യനെ സ്നേഹത്തിൽ നിർവഹിക്കുവാൻ വേണ്ടി, മനുഷ്യനെ സ്നേഹത്തിൽ ബന്ധിക്കുവാൻ വേണ്ടി, നഷ്ടപ്പെട്ടു പോയ സ്നേഹത്തിലേക്ക് ഊട്ടി ഉറപ്പിക്കുവാൻ വേണ്ടി, മനുഷ്യനെ വീണ്ടെടുക്കുവാൻ വേണ്ടി, മനുഷ്യകുലത്തിന്റെ പാപത്തിന്റെ പരിഹാരത്തിനായി സ്വർഗം വെഴിഞ്ഞി താഴ്ന്ന ലോകത്തേക്ക് ഇറങ്ങി വന്ന് മനുഷ്യന് വേണ്ടി തന്റെ പ്രാണനെ സമർപ്പിച്ചുകൊണ്ട് മനുഷ്യന്റെ പാപത്തിന്റെ പരിണിത ഫലമായ മരണത്തെ കാൽവറിയിൽ വഹിച്ചുകൊണ്ട് അതേ ലോകത്തിന്റെ നെറുകയിൽ പാലസ്തീന പച്ചമണ്ണിലൂടെ നടന്ന് ഗോൽഗോത്ത മലമുകളിൽ അതേ പരമയാഗമായി തീർന്ന കാൽവറി ക്രൂശിൽ പരമയാഗമായി തീർന്ന പുണ്യവാനായ ആ നീതിമാനായ പരിശുദ്ധനായ നല്ല രക്ഷകനായ ക്രിസ്തുവിലേക്ക് നമ്മുടെ ഹൃദയങ്ങളെ ഒന്ന് തിരിക്കുവാൻ കഴിയുമോ? ഹൃദയങ്ങളെ അവന് വേണ്ടി ഒന്ന് പകർന്നു കൊടുക്കുവാൻ കഴിയുമോ? രക്ഷയ്ക്കായി ഇതാ കവാടം തുറന്നിരിക്കുന്നു. മാനവകുലത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടിയുള്ള ആ വഴി ഇതാ തുറന്നു കൊടുത്തിരിക്കുകയാണ് ക്രിസ്തുയേശുവിലൂടെ. തിരുവചനം പറയുന്നു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും, ജീവിച്ചിരുന്ന എന്നിൽ വിശ്വസിക്കുന്നവൻ ഒരു നാളും മരിക്കുകയില്ലെന്ന് ഉറക്കെ പ്രഖ്യാപിച്ച കർത്താവായ യേശു ക്രിസ്തു അതെ ജീവന്റെ പുതുവഴിയായി ദേഹമെന്ന തിരശ്ശീല ചീന്തിക്കൊണ്ട് പിതാവിന്റെ സന്നിധിയിലേക്ക് പ്രവേശനമൊരുക്കിയ ആ നല്ല രക്ഷകനായ ക്രിസ്തു അതെ സ്വർഗം പോകുവാൻ മനുഷ്യന്റെ പ്രയത്നങ്ങൾ വേണ്ട എന്നും വിശ്വാസത്താൽ അതെ ക്രിസ്തു യേശുവിലൂടെ നീതീകരണം പ്രാപിച്ച് നിത്യജീവൻ
നിത്യജീവനെ പ്രാപിക്കുവാൻ കഴിയുമെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് അവൻ ഇതാ നമുക്ക് വേണ്ടി തന്റെ രക്തം ഊറ്റിത്തന്ന് കാൽവറിയിൽ പരമയാഗമായി തീർന്നിരിക്കുക. ഇന്ന് ആ രക്ഷകനായ ക്രിസ്തുവിലേക്ക് നോക്കിക്കൊണ്ട് ആ പാപത്തെ ഒന്ന് ഏറ്റുപറഞ്ഞുകൊണ്ട്, കർത്താവെ, ഞാൻ പാപിയായ ഒരു മനുഷ്യൻ, എനിക്ക് എന്റെ ആത്മാവിന്റെ രക്ഷയ്ക്കായി ഞാൻ നിന്നെ ആശ്രയിക്കുന്നു, ഹൃദയങ്ങളിലേക്ക് വരണമേ എന്ന് ക്ഷണിച്ചാൽ ആ നല്ല രക്ഷകൻ ഹൃദയാന്തരങ്ങളിലേക്ക് വരുവാനിടയായി തീരും. അവനെ ഹൃദയത്തിൽ ഏറ്റെടുത്തുകൊണ്ട് നിത്യരക്ഷയുടെ ഭാഗമായി തീരുവാൻ എന്നെ കേൾക്കുന്ന മാന്യ സഹോദരങ്ങളെ ഹൃദയപൂർവ്വം ഞാൻ ബുദ്ധിയെ ഓർപ്പിക്കുകയാണ്. അതേ പ്രിയമുള്ളവരെ, എങ്ങനെ ആ രക്ഷകന്റെ സ്വന്തമായി തീരാം എന്നുള്ളത് വളരെ ലളിത ഭാഷയിൽ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കട്ടെ. തിരുവചനം പറയുന്നു, അവനെ കൈക്കൊണ്ടവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളായി തീരുവാൻ കഴിയും. എങ്ങനെ? ക്രിസ്തു എനിക്ക് വേണ്ടി മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിച്ചിട്ട് നാവ് കൊണ്ട് ഏറ്റുപറയുന്നവർക്ക് ദൈവമക്കളായി തീരുവാൻ കഴിയും. അവനെ കൈക്കൊണ്ടവന്റെ നാമത്തിൽ വിശ്വസിച്ച് ദൈവമക്കൾ എന്ന പദവിയിലേക്ക് കടന്നു വന്നാൽ അതെ നിത്യതയുടെ അവകാശത്തിലേക്ക് തീരും. ഇന്നെ കേൾക്കുന്ന ആരെങ്കിലും ഒരാൾ ഇന്ന് ആ ഹൃദയം ക്രിസ്തുവിനായി കൊടുക്കുന്നുവെങ്കിൽ തിരുവചനം പറയുന്നു, ഒരുവൻ ക്രിസ്തുവിലായാൽ അവനൊരു പുതിയ സൃഷ്ടിയായി മാറുകയാണ്. ആ പുതിയ സൃഷ്ടിയായി മാറുന്നവന്റെ ജീവിതത്തിൽ ദൈവം ചേരുന്ന വാഗ്ദത്തങ്ങളും ഉറപ്പുകളും ഉണ്ട്. അത് നിനക്ക് അനുഭവിപ്പാൻ കഴിയും. നിരാശകൾ നീങ്ങിയ, ദാരിദ്ര്യം നീങ്ങിയ, ദുഃഖം നേർന്ന, രോഗബന്ധനങ്ങൾ അഴിഞ്ഞ, ശാപഗ്രസ്തമായ അനുഭവത്തിൽ നിന്ന് വിമോചനം പ്രാപിച്ച അനുഗ്രഹ സമ്പൂർണമായ ഒരു ജീവിതം അതെ ക്രിസ്തുയേശുവിലൂടെ സ്വായത്തമാക്കുവാൻ കഴിയുമെന്ന് ഞാൻ ഹൃദയപൂർവ്വം നിങ്ങളോട് ഓർപ്പിക്കുക. അതെ, ഒരാൾ ക്രിസ്തുവിലായാൽ അവനൊരു കുടുംബവും രക്ഷ പ്രാപിക്കുമെന്ന് വിശുദ്ധ ബൈബിൾ പറയുന്നു. ഇന്ന് പകൽ ക്രിസ്തുവിനായി ജീവിതം ഏൽപ്പിച്ചു കൊടുത്താൽ നിങ്ങളുടെ കുടുംബം കൂടി രക്ഷ പ്രാപിപ്പാൻ ഇടയായി തീരുമെന്ന് വിശുദ്ധ ബൈബിൾ പറയുക. ആ നല്ല രക്ഷകനെ ഹൃദയത്തിൽ ഏറ്റെടുത്തുകൊണ്ട് നിത്യജീവനെ പ്രാപിപ്പാൻ ഹൃദയപൂർവ്വം ഞാൻ ആഹ്വാനം ചെയ്തുകൊണ്ട് എന്റെ വാക്കുകൾക്ക് അടിവരയിട്ടുകയാണ്. പ്രിയമുള്ളവരെ, കാലം തികഞ്ഞിരിക്കുകയാണ്, ദൈവരാജ്യം സമീപിച്ചിരിക്കുകയാണ്. ആകയാൽ മാനസാന്തരപ്പെടണം, സുവിശേഷത്തിൽ വിശ്വസിക്കണം, നിത്യജീവനെ പ്രാപിക്കണം, ദൈവരാജ്യത്തിന്റെ അംഗമായി തീരണം. അല്ലെങ്കിൽ നമ്മുടെ ആത്മാവ് നഷ്ടപ്പെട്ടു പോകും. കേവലം 70-80 വർഷങ്ങൾ കൊണ്ട് നഷ്ടപ്പെട്ടു പോകുന്ന ഒരു ആത്മാവായി നിങ്ങളുടെ ജീവിതം തീരരുത്. തിരുവചനം പറയുന്ന, ഒരുവൻ മുഴു ലോകവും നേടിയാലും തന്റെ ആത്മാവ് നഷ്ടമായാൽ എന്ത് പ്രയോജനം എന്നാ ചോദിക്കുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, ആത്മാവിന്റെ രക്ഷയ്ക്കായി ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ച് നിത്യജീവനെ പ്രാപിപ്പാൻ ആഹ്വാനം ചെയ്ത് വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ദേശത്തെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കരുണാസമ്പന്നനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അങ്ങയുടെ പുത്രൻ ഞങ്ങളുടെ രക്ഷിതാവുമായ യേശുവിന്റെ നാമത്തിൽ ഈ ദേശത്തെ അനുഗ്രഹിക്കുകയാണ്. ദേശത്തിന്മേലുള്ള കർത്താവ് എല്ലാ ശാപക്കെട്ടുകളും അഴിയട്ടെ. ദേശത്തെ അന്ധകാരങ്ങൾ നീങ്ങിപ്പോകട്ടെ. ദേശത്ത് സമാധാനം വാണരുളട്ടെ. കുടുംബങ്ങൾ അനുഗ്രഹമായി തീരട്ടെ. തലമുറകൾ വിമോചനം പ്രാപിക്കട്ടെ. കുടുംബ സമാധാനം ഉണ്ടാകട്ടെ. ബിസിനസ്സുകൾ ഈ ദേശത്തെ അനുഗ്രഹിക്കപ്പെടട്ടെ. ഈ ദേശത്തെ സ്ഥാപനങ്ങൾ അഭിവൃദ്ധി പ്രാപിക്കട്ടെ. വാഹനം ഓടിക്കുന്നവർ അനുഗ്രഹിക്കപ്പെടട്ടെ. ഹോസ്പിറ്റലിൽ കടന്ന് ഇന്ന് ഈ ശബ്ദസീമയിൽ ശ്രദ്ധിക്കുന്ന കുടുംബങ്ങളിൽ, വ്യക്തികളിൽ രോഗികൾ സൗഖ്യം പ്രാപിക്കുവാനിടയായി തീരട്ടെ. ദൈവിക സമാധാനം ഉണ്ടാകട്ടെ. ഇവിടുത്തെ അന്തരീക്ഷത്തെയും ഇവിടുത്തെ പ്രവർത്തന മേഖലകളെയും യേശുവിന്റെ നാമത്തിൽ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. പിതാവേ, ഞങ്ങൾ കടന്നു പോകുന്നു. വിതയ്ക്കപ്പെട്ട വിത്തുകൾ 100 മേനി ഫലമായി ഈ മണ്ണിൽ മുളയ്ക്കേണ്ടതിനായി തിരുക്കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഇത്രയും സമയം ഞങ്ങളെ സശ്രദ്ധം ശ്രവിച്ച എല്ലാ നല്ലവരായ ദേശവാസികൾക്കും നന്ദിയും സ്നേഹവും ഓർപ്പിച്ചുകൊണ്ട്, പ്രിയ സ്നേഹിതരെ, ഹൃദയത്തിൽ വലിയ സന്തോഷം നൽകിയ ഒരു അനുഗ്രഹീതമായ മുഹൂർത്തമായിരുന്നു ഇന്നത്തെ ദിനം. ഒരു സാക്ഷ്യമുണ്ട്, അതുകൂടി ഒന്ന് പങ്കുവയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഏകദേശം 1.5 വർഷങ്ങൾക്ക് മുമ്പ് ഈ ദേശത്ത് കടന്നു പോകാനും ഇതിൻ്റെ അടുത്തുള്ള തോണിപ്പാറ എന്ന് പറയുന്ന സ്ഥലത്തൊക്കെ പരസ്യയോഗം ചെയ്യാൻ ഇടയായി തീർന്നു. അന്ന് UK-യിലുള്ളൊരു സോണി ബ്രദറും UK-യിലുള്ള ഒരു വർഗീസ് ബ്രദറും വിളിച്ച് പറഞ്ഞു, തങ്ങളുടെ സ്നേഹിതൻ ഒരാൾ അവിടെയുണ്ട്, അദ്ദേഹത്തെ കാണണം. മദ്യപിച്ച് തകർന്നുടഞ്ഞു പോയത് ഒരു ജീവിതമാണ്. ബിസിനസ് തകർന്നു, തൻ്റെ ജീവിതം തകർന്നിരിക്കുകയാണ്. അദ്ദേഹത്തെ എങ്ങനെയെങ്കിലും ഒന്ന് കാണണമെന്ന് പറഞ്ഞു. അദ്ദേഹം സമ്മതിക്കുമെന്ന് തോന്നുന്നില്ലെന്നൊക്കെ പറഞ്ഞു. അങ്ങനെയാണ് എന്നെ അയക്കുന്നത്. ഞാൻ ആ പരസ്യ മീറ്റിംഗ് കഴിഞ്ഞ്, തോണിപ്പാറയിലെ മീറ്റിംഗ് കഴിഞ്ഞ് ഇവരുടെ വീട്ടിലേക്ക് കടന്നു പോകാനായിട്ട് തീർന്നു. അതിനടുത്തായിരുന്നു ഇദ്ദേഹത്തിൻ്റെ വീട്. അദ്ദേഹം എന്നെ വീട്ടിൽ കയറ്റുവാൻ സമ്മതിക്കത്തില്ലായിരുന്നു. ഭയങ്കര മോശം വാക്കുകളൊക്കെ പറഞ്ഞു, വഴക്കൊക്കെ ബഹളമായി, എന്നെ പട്ടിയെ അഴിച്ചുകൂടുകയൊക്കെ ചെയ്ത് എന്നെ കയറ്റുകയില്ലായിരുന്നു. പിന്നെ ഞാൻ വളരെ ക്ഷമയോടെ കാത്തു നിന്ന് ഞാനൊരു ഗ്ലാസ് വെള്ളമൊക്കെ ചോദിച്ച് ലാസ്റ്റ് സമാധാനപ്പെട്ട അകത്ത് കയറി. തന്നേരം അദ്ദേഹം മദ്യത്തിൻ്റെ ലഹരിയിലായിരുന്നു. ഇരുന്നൊരു 2-3 മണിക്കൂറുകൾ സംസാരിക്കുവാനിടയായി തീർന്നു. അതിനുശേഷം ഞാൻ അവിടുന്ന് കടന്നു പോരുമ്പോൾ അദ്ദേഹം വളരെ സന്തോഷവാനായിരുന്നു. മദ്യലഹരിയിലായിരുന്നാലും എന്നെ വഴി കൊണ്ടുവന്ന് യാത്രയാക്കി. ഞാൻ പറഞ്ഞതൊക്കെ സ്വീകരിച്ചേറ്റ് പറയുകയൊക്കെ ചെയ്തു. അങ്ങനെ തിരിച്ചു പോരുവാനിടയായി തീർന്നു. പിന്നീട് ഞാൻ ഇടയ്ക്ക് അന്വേഷിക്കും എന്നുണ്ടായിരുന്നു. ഇന്ന് ഏകദേശം 1.5 വർഷങ്ങൾക്ക് അപ്പുറം ഞാൻ ആ സ്ഥലത്തിനടുത്തുള്ള കോത്തലപ്പടി എന്ന് പറയുന്നിടത്ത് പരസ്യയോഗം പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ അടുത്തുള്ള കടയിലുള്ള
ആളോട് ചോദിച്ചു, ഇദ്ദേഹത്തെ അന്വേഷിച്ചു പറഞ്ഞു. കഴിഞ്ഞ 1.5 വർഷമായിട്ട് അദ്ദേഹം മദ്യപാനമൊക്കെ നിർത്തി വളരെ സന്തോഷവാനായി കഴിയുന്നു എന്നുള്ള വാർത്തയറിഞ്ഞു. അങ്ങനെ സ്ട്രീറ്റ് മീറ്റിങ്ങിന് ശേഷം അദ്ദേഹത്തിൻ്റെ ഭവനത്തിൽ കടന്നു പോകാനിടയായി തീർന്നു. വളരെ എനിക്ക് അത്ഭുതം തോന്നി. വളരെ സ്നേഹത്തോടെ ആ വാതിൽപ്പടിയിൽ എന്നെ കാത്ത് എങ്ങനെയോ എന്നെ തള്ളിയിറക്കാൻ ശ്രമിച്ച് എന്നെ മോശം വാക്കുകൾ പറഞ്ഞ് പുറത്താക്കാൻ നോക്കിയ അദ്ദേഹം സ്തോത്രം വളരെ ഊഷ്മളമായി സ്വീകരിക്കുകയും അകത്തിരുന്ന് പോയി ഒരുമിച്ച് സംസാരിക്കുവാൻ എനിക്കും എൻ്റെ സ്നേഹിതർക്കും അവിടെ കഴിഞ്ഞു. അടുത്ത ദിവസങ്ങളിൽ തൻ്റെ വായ്മൊഴിയായി തൻ്റെ സാക്ഷ്യം പങ്കുവയ്ക്കാമെന്ന് എന്നോട് പറഞ്ഞു. അദ്ദേഹം 8 വർഷത്തോളം സെമിനാരിയിൽ പുരോഹിതനാകാൻ പഠിച്ച ആളാണ്. അതിനുശേഷമാണ് താൻ അതിൽ നിന്നും തിരിച്ചു പോരുകയും മദ്യപാനത്തിനടിമയായി ദീർഘനാളുകളായി മദ്യത്തിനടിമയായിരുന്നു. ഇന്ന് അദ്ദേഹം കർത്താവിൽ അദ്ദേഹത്തെ വിടുവിച്ചോർത്ത് സ്തോത്രം. നിങ്ങൾ അദ്ദേഹത്തെ ഓർത്ത് പ്രാർത്ഥിക്കണം. കർത്താവിൻ്റെ സ്നേഹം കാണാതെ പോയ ഒരാട്ടിൻകുട്ടിയെ തേടിയുള്ള യാത്രയാണ്. ആ നല്ല സ്നേഹം നമുക്കും പ്രദർശിപ്പിക്കുവാൻ കർത്താവ് സാധിക്കട്ടെ. ആരെയും തള്ളിക്കളയാതെ എല്ലാവരെയും ചേർത്ത് പിടിക്കുവാൻ കൃപ നൽകട്ടെ. ഗോഡ് ബ്ലെസ് യു. ലവ് യു എവരിവൺ.